ഗായ്സ് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഫെയിലിയർ ആവാം, ചിലപ്പോൾ സക്സസ് ആവാം, എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഫ്ലാഷ് ബാക്ക് നോൽ ബ്രോ കമന്റ് ചെയ്യുകയാണെങ്കിൽ നോൽ ബ്രോയുടെ നാട്ടിലത്തെ അഡ്രസ്സിലേക്ക് ഞാൻ ഈ സാധനം എത്തിച്ചു കൊടുക്കും. ഗൗതം ബ്രോഡ് എത്തിയിട്ടുണ്ട്. ഹലോ. അത്യാവശ്യം പണി ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. നല്ല പണിയുണ്ട്. ഓരോന്ന് ബിൽഡ് ചെയ്ത് വരണം. നമുക്ക് നോക്കി കാണാൻ പറ്റും ഇതെങ്ങനെയാ ബിൽഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സുപ്ര, എനിക്കൊരു ചേട്ടൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു സുപ്ര നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഫുള്ള് പാർട്സ് ആയിട്ടാണ് ഉള്ളത്. സോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ സൂപ്പർ ബിൽഡ് ചെയ്യേണ്ടതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇത് എത്ര ദിവസം കൊണ്ട് ബിൽഡ് ചെയ്ത് കഴിയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത്യാവശ്യം ഉണ്ട് അത് ബിൽഡ് ചെയ്ത് വരാനായിട്ട്. ഇതൊരു പസിൽ പോലെയാണ്. അതിങ്ങനെ ബിൽഡ് ചെയ്ത് നമ്മൾ വരണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ബോറടിച്ചിട്ടിരിക്കാം, ചിലപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. ഇത് ബിൽഡ് ചെയ്ത് കാണുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഗൈസ്, അപ്പോൾ നമുക്ക് സുപ്ര കാണിച്ചു തരാം. ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്ര എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കുറേ പാക്കറ്റുകൾ കിട്ടും. ഇത് ആ ടയർ, അതേപോലെ തന്നെ കേട്ടോ, ഇതിങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അത് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു കാറിൻ്റെ ആ ഒരു ബോഡി എന്ന് പറയുന്നത്. അത് മാറ്റാം. പിന്നെ ഇത് വേറെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള സംഭവം. ഓക്കെ, ഇതതിൻ്റെ ഒരു പേപ്പറാണ്. ഇതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യണം, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു ABCD പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ ടൈമും കാര്യങ്ങളും മീൻസ് ഇത് ചെയ്യാൻ എടുക്കും. അപ്പോൾ എനിക്കറിയാം ഇത് കിട്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം 10 ദിവസം കൂടെ ആയി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ടും ഇപ്പോൾ എന്താ പറയുക, ഞാൻ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം മടിയാണ്, പിന്നെ എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ലാഗ പോയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നോട്ട് തുടങ്ങാൻ പോവാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ട്. എത്ര ദിവസം കൊണ്ട് കഴിയുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഓഫ് ബിൽഡിങ് മൈ സൂപ്ര. ഓക്കെ, അതാണ് ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇത് എത്ര ദിവസം നീളുമെന്ന് അറിയില്ല. ഓക്കെ, എന്നാലും എന്തൊക്കെ വന്നാലും ഞാൻ ഈ സംഭവം ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതൊക്കെ നോക്കി പഠിക്കണം ഇതെങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതിൽ ഓരോ 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ നോക്കിയിട്ട് പഠിച്ചിട്ട് വരാം. ഗായ്സ്, ഇത് കണ്ടില്ലേ, ഈ ഒരു അറ്റം തൊട്ട് ഈ ഒരു അറ്റം വരെ, പിന്നെ അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ ഇതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് അവർ കാണിച്ചു തന്നിരിക്കുകയാണ്. ആ കാറിൻ്റെ മെക്കാനിക്കൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ BBA പഠിച്ചിട്ട് ഇത് എന്ത് തേങ്ങ ചെയ്യാനാണ്. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബോഡി ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് പൊളിക്കാം. ഓക്കെ, പിന്നെ മേലെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൽക്കാലം പെയിൻറ്റും കാര്യങ്ങളൊന്നും അടിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്ലോസി ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് 1:24 സ്കെയിലാണ് ഈ സൂപ്ര നമ്മൾ ബിൽഡിങ് അതിൻ്റെ എല്ലാം വന്നിരിക്കുന്നത്, റേഷ്യോസ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അതെ, ഇത് നമുക്ക് പൊളിക്കാൻ പോവാണ്. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എൻജിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, ആ എൻജിൻ പാർട്സ് ആണ് കൂടുതൽ കുറച്ചും കൂടിയും പ്രശ്നം. മീൻസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ടയറിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. കണ്ട, ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കട്ടായി പോരും. ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പറക്കിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. ഓരോരോ ചെറിയ പാർട്സ് വരെ ഇതിലുണ്ട്. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാനാ? ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് മറ്റേ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന ഒരു പാർട്സാണ്. ഇതിങ്ങനെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഫിക്സ് ആയിരിക്കും. ഈ ടയർ നമുക്ക് നൈസായിട്ട് എടുത്തിട്ട് ഈ പാത്രത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എൻജിൻ ബിൽഡ് ചെയ്യാനുള്ള ഐറ്റംസാണ് ഈ ഇരിക്കുന്നത്. എനിക്ക് എൻജിൻ ബിൽഡ് ചെയ്യാനൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് നോക്കാം. ഇതും ട്രൈ ചെയ്യാനുള്ള നമ്മുടെ പരിപാടി. ഇത് അതിൻ്റെ വേറൊരു ഇതാണ് കേട്ടോ. ഇതും എൻജിൻ്റെ തന്നെ ഓരോ പാർട്സാണ്. എൻജിൻ്റെ തന്നെ വേറെ ഐറ്റംസാണ് ഈ വന്നിക്കുന്നത്. ഇത് ആ കാറിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഐറ്റംസാണ് ഇത് വന്നിക്കുന്നത്. ഓക്കെ ഗായ്സ്, ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഫെയിലിയർ ആവാം, ചിലപ്പോൾ സക്സസ് ആവാം, എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല ഇതെന്താ ചെയ്യേണ്ടത് ഒന്നും. പക്ഷേ എങ്ങനെയായാലും ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. ഓക്കെ, ഇത് എന്തായാലും ഇത് സക്സസ് ആയാലും ഫെയിലിയർ ആയാലും ഒക്കെ കാണിച്ചു തരും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവാണ്, ഇത് എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണില്ല. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ സൂപ്പറിൻ്റെ ബിൽഡ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറായി. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പോൾ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി ബിൽഡ് ചെയ്തത് ഈ ടയർ മാത്രമാണ്. അയ്യോ, ഇനി ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഉള്ളിൽ അവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ഒട്ടിക്കണമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് മറ്റേ ഈ രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും. അപ്പോൾ
നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗിയർ ഉണ്ടായിരുന്നു, ആ ഗിയർ ഇവിടെ 2 കഷ്ണമായിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. അത്രയും മൈന്യൂട്ട് സാധനങ്ങളാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ കൂടി ഞാൻ ഒട്ടിച്ചിട്ട് അതിനുള്ളിൽ വയ്ക്കും. ഗായ്സ്, അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ തീരാറായി. മിക്കതും ഇന്നലെ തീരും. ഇന്നലെ തീർക്കുന്നതാണ്, മീൻസ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട്. വേറെ ദിവസം നമുക്ക് വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വേണ്ട, ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചു. ഈ ഒരു നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കണം, അല്ലാണ്ട് ഇരിക്കില്ല. പിന്നെ ഈ മിറർ, ഈ ഒരു ഇതുണ്ടല്ല ഗ്ലാസ്, അതൊക്കെ ഒട്ടിച്ച് വെച്ചു. പിന്നെന്താ, ഈ ടയർ ഫിക്സ് ചെയ്യുന്നത് കൃത്യം പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ടയറിൻ്റെ ആ ഒരു ഇത് കണ്ട ഒരു ആക്സിൽസൊക്കെ അത് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. സോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണി എന്തോ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ ഇത് വെച്ചു, ഇനി ഫ്രണ്ടിലത്തെ വെച്ചു, ഇനി ടയർ ഒക്കെ വെക്കണം. പക്ഷേ ഇതിൽ കുറച്ച് ആക്സസറീസും കാണാനൊന്നുമില്ല ഇവിടെ, എവിടെയാണാവോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ടാസ്ക്കാണ് ഇതൊക്കെ ഇവിടെ ചെയ്യാനായിട്ടും അതേപോലെ ഇവിടെ ചെയ്യാനായിട്ടൊക്കെ. ഇത് ഫുൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാം കാണിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഭയങ്കര ലെങ്ത്ത് ആയിരിക്കും വീഡിയോ, അതുകൊണ്ടാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ എൻജിൻ കണ്ടില്ലേ, നമ്മുടെ സൂപ്പർ എൻജിൻ ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാൽ മതി. അത് ജസ്റ്റ് മറ്റേ ഈ ഒരു പേപ്പറിൽ വയ്ക്കുക, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മുടെ എൻജിൻ നമ്മളിവിടെ ഫിക്സ് ചെയ്തൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ടയറും കൂടി ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ജസ്റ്റ് അസംബിൾ ചെയ്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഗൈസ്, പ്രതീക്ഷയിൽ എത്ര പെട്ടെന്ന് ചെയ്താൽ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് അതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് അവർ ഫുള്ള് കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് വെക്കുന്ന പൊസിഷൻ കണ്ട, ഇത് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ചേക്കുന്നത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിൽ വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ വെക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ആഴ്ച സമയം ഇപ്പോൾ ഏകദേശം ഒരു 3:30 കഴിഞ്ഞ് 4 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ കാലത്ത് തുടങ്ങിയ പരിപാടിയാണ്. സോ ഇതൊക്കെ നമ്മൾ വെട്ടിക്കൂട്ടി അവസാനം നമ്മുടെ കാറ് ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇവിടെ എഞ്ചിനും കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ ബോണറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, മീൻസ് അത് പിടിപ്പിക്കണം, അത് ഒട്ടിച്ച് വെച്ചിട്ടില്ല. ഒട്ടിക്കുക മീൻസ് ഇത് ബാക്കി എല്ലാ സാധനവും നമ്മൾ ഒട്ടിച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടേതായ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തൊക്കെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ കാർ ഇതുപോലെ ഉണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ബാക്കിലത്തെ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ടയർ നമ്മൾ ഒട്ടിച്ച് വെച്ചൊക്കെ ചെയ്ത് നിൽക്കുന്നത്. കാരണം വേറെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ടയറൊക്കെ കൃത്യമായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ എഞ്ചിനൊക്കെ കണ്ടില്ല, എഞ്ചിനൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തിട്ട് തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉണ്ട് ഇനി ഫൈനൽ ലുക്ക്. ഗായ്സ്, അപ്പോൾ നമ്മുടെ സൂപ്പർ കാറ് നമ്മൾ ബിൽഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, 1 2 3 ഏടാ മോനെ നോക്കിയേ, നമ്മുടെ കാറ് എൻ്റെ മോനെ പൊളി. ഇതാണ് ഇത് നമ്മൾ കാണിച്ചു കാണാം പിക്ചർ. അപ്പോൾ നമ്മുടെ ഒരു കഴിവ് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ടയർ കറങ്ങുന്നില്ല, ഞാൻ ടയർ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചൊക്കെയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ആടാ ഇത് ബോണറ്റ് ഇങ്ങനെ പൊക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എഞ്ചിന് കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനിങ്ങനെ പൊക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ഒട്ടിക്കാണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ, സൈഡൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ എൻ്റെ മോനെ, എന്നാ ലുക്ക് കീടിലം. പിന്നെ അതിൻ്റെ മേലെ സ്റ്റിക്കറും കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല, മീൻസ് അത് പൊളിച്ചപ്പോൾ കീറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അടിപൊളിയല്ലേ കാണാനായിട്ട്, ഏടാ സീന്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സൂപ്പർ ഇതേപോലത്തെ ഇങ്ങനെ ബിൽഡ് ചെയ്യണത് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ വാങ്ങിച്ചല്ല, എനിക്ക് ആ ഒരു നമ്മുടെ ടിപ്പിക്കൽ മലയാളി ബ്രോ തന്നത്. ഓക്കെ, ഗൗതം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി തന്നുകൊണ്ടാണ് എനിക്ക് ഇതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയത്. വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ടോയ് എന്താ പറയുക പസിൽസൊക്കെ ഇല്ല, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ മാത്രമാണ്. ഇങ്ങനെ രസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടെല്ലാവർക്കും ബൈ.